ദൈവകരുണ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ക്രിസ്തുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു കരുണയുടെ ദൈവത്തിൻ്റെ മുഖമാണ്. കരുണയുടെ കാലത്ത് മാർപ്പാപ്പ അതാ പറഞ്ഞത്, ക്രിസ്തു ദൈവത്തിൻ്റെ കരുണയുടെ മുഖം. ഞാനിപ്പോൾ ജസ്റ്റ് ഓർത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതായിരിക്കും ചിലപ്പോൾ പാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളത്. അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ നീക്കിയിരിപ്പ് കരുണ, അതർഹതയില്ലാത്തവർക്ക്, അവരുടെ യോഗ്യതയില്ലാത്തവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ നിന്നാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എൻ്റെ പൗലോസ് പറയും, രക്ഷ ഒന്നും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല എന്ന് പറയണത്. വെറുതെ അല്ല പൗലോസ് പറയണത്, രക്ഷയൊന്നും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. എന്താ കാര്യം? അനന്തമായ അനാദികാലം വരെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് അബദ്ധം സംഭവിക്കുമെന്ന് വിചാരിച്ച് അവന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട കരുണയുടെ ഫലമാണ് രക്ഷ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു കരുണയുടെ ദൈവമുഖമായി മനുഷ്യരാശിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവകരുണ നമുക്ക് ലഭിക്കും. വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ടാണ്. അതാണ് വിശ്വാസം വഴി രക്ഷയെന്ന് പൗലോസ് പറയണത്. അപ്പം പക്ഷേ യാക്കോബ് ശ്ലീഹ പറയും, വിശ്വാസം വഴി രക്ഷയെന്ന് പറയണത് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി കൊണ്ടാണെന്ന് പറയും. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് ഈ പ്രവൃത്തിയിലാണ്, വിശ്വാസം കൊണ്ട് മാത്രമല്ല. ഉടമ്പടി വളരെ പ്രൊഫൗണ്ടാകുന്നതിൻ്റെ കാരണം ഈ അനന്തമായ ദൈവകരുണ ദൈവം നൽകാൻ തയ്യാറാണെങ്കിലും അതിൽ നമുക്ക് പ്രൊഫിഷ്യൻസി ആൻഡ് ഡെപ്ത് നമ്മൾ നേടിയെടുക്കുന്നത് പ്രവൃത്തി മൂലമാണ്. അവൻ പറയണ പോലെ ചെയ്താണ്. ഈ ദൈവകരുണയും ദൈവകരുണയെ ആർജിക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറയണത്. ഇതെന്ന് പറയണത് സം ടോട്ടൽ ക്രിസ്തു തന്നെയാണ്. ഉടമ്പടിയിൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ വാട്ട് വി ഗോട്ട് ദ നെയിം ഓഫ് ജീസസ്, കർത്താവിനെ തന്നെയാണ് ലഭിക്കണത്. അവൻ നിധിയാണെന്താ പറയണത്, അവൻ നിധിയാണ്. സെന്റ് മാത്യുവിലേക്ക് വരുമ്പോൾ പറയും, ഈ ദൈവകരുണ ഇസ് എ ടച്ചർ, a treasure of heaven. എന്താണ് ദൈവകരുണ? അതൊരു ട്രഷറാണ് എന്ന് വെച്ചാൽ പിന്നെ ട്രഷറിനെ കുറിച്ച് പറയും, എന്താണ് ദൈവകരുണ ഒരു നിധിയാണെന്ന് പറയും. ഈ ദൈവകരുണ നിധിയാണെന്ന് പറയുമ്പോൾ, ആ ദൈവകരുണയെ യേശു ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ, ഈ ക്രിസ്തു ഒരു നിധിയാണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രവർത്തികൾ വരികയാണ്. വിശ്വാസം കേവലം വിശ്വാസത്താലല്ല, പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള യാക്കോബിൻ്റെ പഠനങ്ങളെ ആദിമസഭ ശരിക്കും അതുപോലെ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. എന്താ പറയണത്? ക്രിസ്തു ഇസ് എ ട്രഷർ. ഇനി ഈ ട്രഷറെ കണ്ടെത്തുകയാണ് നമ്മൾ വിശ്വാസത്താലേ. ട്രഷറെ കണ്ടെത്തിയ കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. ഈ ഗോ ആൻഡ് സെൽ, അവിടെയാണ് പ്രവൃത്തി വരണത്. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ക്രിസ്തുവാണ് നിധി, നിധി ഞാൻ കണ്ടെത്തി, ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ട്രഷർ. ട്രഷർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് മത്തായി പറയണത്? 13:14 എന്താ പറയണത്? നിങ്ങൾ ആ ട്രഷർ കണ്ടെത്തിയാൽ. ശ്രുതികടെ ഹല്ലേലൂയ. നന്ദി പറയുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ
കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഈ ട്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യണത്? അവിടെ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടത്തില്ല. എന്താണ്? വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കുന്നത്. ട്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ട്രഷറാണെന്ന് മനസ്സിലാക്കി, പക്ഷെ നമുക്കത് പ്രയോജനം ചെയ്യണില്ല. ആ വിശ്വാസം, ഈ വിശ്വാസം നമുക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അതാണ് സംഭവം. വെറുതെ ട്രഷർ കണ്ടെന്ന് പറഞ്ഞ് കൈ കെട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രവൃത്തിയുണ്ട് അവിടെ. ഈ ട്രഷർ കൈക്കലാക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രവൃത്തി വരുന്നുണ്ട്. എന്തെല്ലാം പ്രവൃത്തികളാണ് വരണത്? നിസ്സാര പ്രവൃത്തികളൊന്നുമല്ല. നിസ്സാരമായ ചപ്പടി വിദ്യ കാണിച്ചാൽ ഈ ട്രഷർ കിട്ടത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വരണത്. ഈ വിശ്വാസം പ്രവൃത്തികൾ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് പ്രവൃത്തികൾ ചെയ്ത് കാട്ടിക്കൂട്ടിയാൽ തീർച്ചയായിട്ടും ഈ ട്രഷർ നമുക്ക് സ്വന്തമാകത്തില്ല. ഇവിടെ എന്താ പ്രശ്നം പറഞ്ഞിരിക്കണത്? 13:44 ദൈവരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. തനിക്കുള്ളതെല്ലാം വിൽക്കുക. തനിക്ക് ഉള്ളതെന്ന് തോന്നണയെല്ലാം, തൻ്റെ ഉണ്മയുടെ ഭാഗങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് പറഞ്ഞ മനോഭാവങ്ങളുണ്ടാകും, വിൽക്കേണ്ടി വരും. അഭിരുചികളുണ്ടാകും, വിൽക്കേണ്ടി വരും. ഭർത്താഭിമാനം ഉണ്ടാകും, വിൽക്കേണ്ടി വരും. മത്സരബോധം ഉണ്ടാകും, വിൽക്കേണ്ടി വരും. ഇങ്ങനെ പലതരത്തിലുള്ള, അതുകൊണ്ടാണ് ഈ ദൈവരാജ്യം പറയുമ്പോഴേ ഭർത്താഭിമാനവും മത്സരവും ഉള്ളവരെ ദൈവരാജ്യം അവകാശപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴേ അത് വിൽക്കേണ്ടതാണെന്ന സൂചനയാണ് വരണത്. അതുകൊണ്ടാണ് സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിക്ക് തുല്യമെന്ന് പറയണത്. ദൈവരാജ്യത്തിൻ്റെ അത് സ്വീകരിക്കുന്നവർ കുറേ കാര്യങ്ങൾ വ്യർത്ഥുപേക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്യണം. അങ്ങനെയാണ് ഈ നിധി സ്വന്തമാക്കുന്നത്. ഈ നിധി യേശു ക്രിസ്തു ഒരു മനുഷ്യൻ ഈ ജീവിതകാലത്ത് സ്വന്തമാക്കേണ്ട ഒരു നിധിയാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നാൽ ആ വില കൊടുക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു ടൈമാണ് നമുക്ക് ഈ ജീവിതത്തിൽ തരണത്. ഇപ്പം ചില ആൾക്കാരൊക്കെ ബൈബിള് ശരിക്കും പറഞ്ഞ ചാപിള്ളകളെയൊന്നും അത്രയ്ക്ക് അംഗീകരിക്കണില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചാപിള്ളയായാൽ മതിയായിരുന്നു, ചാപിള്ളയായിപ്പോയി, ശപിക്കപ്പെട്ട ജന്മമെന്നുള്ള രീതിയിലാണ് ചാപിള്ളകളെക്കുറിച്ച് ബൈബിൾ പറയണത്. തന്നെയല്ല, അതായത് നമുക്ക് നല്ല ജീവിക്കാൻ ഒരു സമയം ഇവിടെ കിട്ടാത്തതും ബൈബിള് മോശമായിട്ടാണ് സംസാരിക്കണത്. ഇപ്പം നമ്മൾ 10 വയസ്സുള്ള ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ അപ്പം നമ്മൾ പറയും പിള്ളേരല്ലേ, മാലാഖ കുഞ്ഞുങ്ങളാണെന്നൊക്കെ ചെയ്യും. മാലാഖ കുഞ്ഞുങ്ങളാണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഈസ് ഗ്രേസ്. കാര്യം എന്താണ്? ഇവന് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിലാണ് ഈ ക്രിസ്തുവിനെ ഇവൻ തൻ്റെ പ്രിയപ്പെട്ടതായിട്ട് തോന്നണ എല്ലാം കൊടുത്ത് വാങ്ങിച്ച്, ക്രിസ്തുവിനെ വാങ്ങിച്ചാണ് ഈ നിധി നമ്മൾ സ്വന്തമാക്കുന്നത്. ഈ നിധി വാങ്ങിച്ച് സ്വന്തമാക്കാനുള്ള അനുഭവമോ സമയമോ നമുക്ക് കിട്ടാതെ നമ്മൾ 5 വയസ്സിലോ 10 വയസ്സിലോ ഒക്കെ മരിച്ചാൽ
ഈ നിധി വാങ്ങിച്ച് സ്വന്തമാക്കിയ വ്യക്തിക്കൊപ്പം ആ വ്യക്തി കൃപ നേടാനുള്ള സമയമില്ല ആ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താ ഇങ്ങനെ പറയണമെന്ന്. എന്ന് വെച്ചാൽ കൃപയുടെ പുനരുത്ഥാനത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് എന്താണ് 2 Corinthians 15:41 പൗലോസ് പറയണത്? എന്താ പറയണത്? ആകാശത്ത് ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, പക്ഷേ കാര്യമില്ല. ആകാശത്ത് സൂര്യനുണ്ട്. പുനരുദ്ധാനത്തിന് ശേഷവും ആത്മാക്കൾ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും? ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾക്ക് തമ്മിലും കൃപയ്ക്ക് പ്രകാശത്തിന് വ്യത്യാസമുണ്ട്. അതാണ് പ്രശ്നം. ഇതാണ് കറക്റ്റ് കാറ്റഗറിസം എന്ന് പറയണത്. ഇത് പറയാതെ അവസാനമുള്ള 4-5 പെണ്ണിനെയും കെട്ടി 2 ഡൈവേഴ്സും നടത്തി 10 പേർക്കെതിരെ കേസും കൊടുത്ത് 4-5 ബാറും നടത്തി എല്ലാം നടത്തിയിട്ട് അവസാനം ഈ കാശ് എടുത്ത് 2-3 പള്ളിയും വെച്ച് കൊടുത്ത് മെത്രാനച്ചന് അരമനയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സോപ്പിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കത്തില്ലെന്നായി പറഞ്ഞൊരു കാര്യം. ഒരു കഥയുമില്ല ഈ കാര്യത്തിൽ. ഇതൊക്കെ നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ ദൈവത്തിന് നീ വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി നിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചെന്നതിൻ്റെ അർത്ഥം. ഇതൊന്നും നടക്കത്തില്ല. കാര്യം എന്താണ്? അവനവൻ ആർജിച്ച കൃപയ്ക്ക് അനിപേക്ഷണമായിരിക്കും അവൻ്റെ മഹത്വം എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് പൗലോസ് പറയണത് സൂര്യനുണ്ട്. എന്നിട്ട് പൗലോസ് പിന്നെയും പറയും, അതായത് എന്താ പറയണത്? സൂര്യൻ്റെ പ്രകാശം പോലെയല്ല ചന്ദ്രൻ്റെ പ്രകാശം. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ട് പറയും ചന്ദ്രൻ്റെ പ്രകാശം പോലെയല്ല നക്ഷത്രങ്ങളുടെ പ്രകാശം. ആകാശത്ത് വേറെയും നക്ഷത്രങ്ങളുണ്ട്, എല്ലാത്തിനും ഒരേ പ്രകാശമല്ല. അവരവർ ആർജിക്കുന്ന കൃപയ്ക്ക്, ദാറ്റ് മീൻസ് അവരവർ ആർജിക്കുന്ന ക്രിസ്തുവിന് അവർ വിലക്ക് വാങ്ങുന്ന ഈ സ്വർഗത്തിന് നിധിയായ എന്തുമാത്രം ക്രിസ്തുവിനെ നീ സ്വീകരിക്കാൻ കഴിഞ്ഞു, അതനുസരിച്ചാണ് നീ കൃപയുടെ സൂര്യനോ കൃപയുടെ ചന്ദ്രനോ കൃപയുടെ നക്ഷത്രങ്ങളോ കരിക്കട്ടയായി മാറണത് എന്ന് ലോകത്തോട് സത്യം പറയുന്ന പുസ്തകമാണിത്. ശ്രുതികട ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങളിലെല്ലാം മത്സരമോ വ്യർത്ഥ അഭിമാനം കൊണ്ട് ദൈവരാജ്യം അവകാശപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അവകാശപ്പെടുത്തത്തില്ല എന്ന അർത്ഥം. ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴേ ഈ രീതിയിൽ സംസാരിക്കണമെന്നറിയാവോ? ഈ ദൈവകരുണയുടെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ലോകത്തെ നശിപ്പിക്കപ്പെടുന്നൊരു കാലമാണിത്. ഇപ്പം ജർമ്മൻ സഭയിൽ ഗേ സെക്സ് ബ്ലസ് ചെയ്തിരിക്കുകയാണ്. ആരെ? മെത്രാന്മാരെ. ഞാനൊരിക്കലും കരുതണില്ല അവർക്ക് രഹസ്യമായ പിന്തുണ എവിടുന്ന് കിട്ടിയിട്ടല്ല ഇത് ചെയ്യണതെന്ന്. ദാറ്റ്സ് റോങ്. ഞാൻ ഈ അഭിസംബോധനകൾ എന്നും കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. ജർമ്മൻ മെത്രാന്മാരെ ദൈവകരുണയുടെ മുഖം മൂടി അണിഞ്ഞിട്ടാണ് ചില ആൾക്കാർ പ്രകൃതി വിരുദ്ധരെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. ഈ ദൈവകരുണ എന്നുള്ളൊരു വലിയ സംഭവമാക്കി എടുത്തതിന് ശേഷം ആ ദൈവകരുണയുടെ മറവിലും മാരക പാപങ്ങൾ ചെയ്യുന്ന ഒരു സഭ ഈ ലോകത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ എത്രയോ ശക്തമായ രീതിയിൽ പ്രവർത്തനക്ഷമനാണെന്നൊക്കെ മനസ്സിലാക്കണം. ഇനി ഇത് അങ്ങോട്ട്
കൃത്യമായ രീതിയിൽ ഇത് ശാസിക്കേണ്ട സ്ഥലത്തു നിന്ന് ശാസിച്ച് ആ മെത്രാന്മാരെ തീർച്ചയായിട്ടും സഭയുടെ പുറത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രശ്നമാണ്. കാര്യം അമേരിക്കയിൽ ഈ സാധനം ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ കുറേ മെത്രാന്മാരെ നമ്മൾ തീർച്ചയായിട്ടും സഭയിൽ സസ്പെൻഷനിലേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ സഭ പിളരും. ഇതൊരു നിസ്സാരമായിട്ട് എൻ്റെ മക്കൾ കരുതരുത്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. വലിയ മഹാമാരിയാണ് നമ്മളെ ബാധിക്കാൻ പോണത്. കോവിഡ് ഇതിൻ്റെ മുമ്പിൽ നിസ്സാരമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇങ്ങനെ പല കോവിഡുകളെയും നമ്മൾ മനുഷ്യൻ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ആന്തരികമായി വന്നിട്ടുള്ള ഒരു നിലപാട് മാറ്റമാണിത്. ഇനി അംഗീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഗേ സെക്സിനെ അംഗീകരിക്കുന്നവർ ഇനി അവർക്ക് അംഗീകരിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അബോർഷൻ ഇസ് നോ സിൻ, പ്രീമാരിറ്റൽ സെക്സ് ഇസ് നോ സിൻ. അപ്പോൾ അബോർഷനെ പാപമായി കരുതാത്ത കാര്യം ഇന്നത്തെ അബോർഷൻ്റെ പ്രശ്നം പോലുമില്ല. ആണും കൂടി ജഡികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ അവിടെ അബോർഷൻ്റെ പ്രശ്നമില്ല. അപ്പം അബോർഷനെ അങ്ങനെയാണെങ്കിൽ നോ സിന്നായിട്ട് കാണേണ്ടി വരും. പ്രീമാരിറ്റൽ സെക്സിനെ നോ സിന്നായിട്ട് കാണേണ്ടി വരും. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ ചേർച്ച് ദാറ്റ് അഡ്മിറ്റ് അബോർഷൻ ആൻഡ് ഗേ സെക്സ്. മ്ലേച്ഛതകളുടെ അഥവാ സാത്താൻ പുണ്യമെന്ന് വിളിക്കുന്ന ഒരു പറ്റം മ്ലേച്ഛമായ ജീവിത രീതികളെ അംഗീകരിക്കുന്ന ഒരു സഭ ഇവിടെ ഉണ്ടാകും. സത്യസഭ അപ്പോഴിതിൽ നിന്ന് മാറി നിൽക്കുകയും അതിൻ്റെ സത്യവും വിശുദ്ധിയും പാരമ്പര്യവും സൂക്ഷിക്കുകയും ചെയ്യും. എന്തുമായിക്കോട്ടെ, നമ്മളുടെ കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത്. കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകാതിരിക്കുക ഇത് നിസ്സാരമല്ല. ഒരു പക്ഷേ നമുക്ക് 1967-70 ശേഷം 30,000 വൈദികരെ സഭ വിട്ടുപോകാൻ തീരുമാനിച്ച ഒരു കാലമുണ്ട്. എന്തുകൊണ്ടാണ് പോൾ ദ സിക്സ്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ കാര്യം, വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് സഭയുടെ വേദന മുഴുവൻ ഏറ്റെടുത്തൊരു മാർപ്പാപ്പയാണത്. വത്തിക്കാൻ സൂനദോസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലോകത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടപ്പോൾ അകത്ത് കയറിയ പൊടികൾ മുഴുവനും ശ്വസിച്ച് മരിക്കാനായി പോയ പാപ്പയാണ്. ഞാനതിനെ നിഷേധിക്കില്ല. പ്രകാശം അകത്ത് കയറുമ്പോൾ തീർച്ചയായിട്ടും പുറത്തുള്ള പൊടികളും അകത്ത് കയറി കാണും. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. ലോകത്തിലേക്ക് നമ്മൾ സഭയെ തുറന്നിടുമ്പോൾ പ്രകാശം അകത്ത് കയറും, ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ പൊടിയും അകത്ത് കയറും. ആ പൊടി മുഴുവൻ ശ്വസിച്ച ആളാണ് ഈ പോൾ ദ സിക്സ്ത്. എന്നിട്ട് ശ്വസിച്ച് ചുമച്ച് ശ്വാസം മുട്ടിയിട്ട് സഭയുടെ സത്യങ്ങളെ സാക്ഷ്യം വഹിച്ച മനുഷ്യനാണ് പോൾ ദ സിക്സ്ത്. കടിനിലെ മുണ്ടീനി വാഴ്ത്തപ്പെടാനാവട്ടെ എന്ന് ഇപ്പോഴും പറയാൻ തോന്നിപ്പോകുന്നു മനസ്സിലെ. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ പറയാനുള്ള ഒരു ആർജവത്വം പൊതുസഭയ്ക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ തെറ്റുകളെല്ലാം വന്നിരിക്കുന്നത് കരുണ എന്ന് പറയുന്ന ദൈവകരുണയെ ഹൈലൈറ്റ് ചെയ്യുകയും അതിൻ്റെ മറവിലെ മാരക പാപത്തിന് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത സാത്താൻ്റെ സുവിശേഷമാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു വിഭാഗത്തിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗേ സെക്സ് ബ്ലസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റോമ 1:29 നോക്കുമ്പോഴേ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്നെങ്കിൽ റോമാലേഖനം ബൈബിളിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് സഭയെ ക്രമീകരിക്കണം. എന്താ റോമ 1:29 പറയണത്? എന്താ? സ്തുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ 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 യേശുവേ ആരാധന, ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്താണ് ഈ പങ്ക്തിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റെഫർ ചെയ്യാതെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഈ കാലത്തിൽ ഉറങ്ങിക്കഴിയാൻ പറ്റത്തില്ല. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ചെയ്ത കാര്യങ്ങൾ, ബൈബിൾ വിശുദ്ധ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന പോലെ വരും. ഇങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഭ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള വഴിപിഴച്ച തിന്മയ്ക്ക് അടിപ്പെട്ടെന്നും വരും. നിങ്ങൾ നോക്കുക, റോമ 1:29 27 തൊട്ട് വായിക്കാം. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതാണ് റോമ 1:27. ഈ ലജ്ജാകര കൃത്യങ്ങളെയാണ് ഇപ്പോഴേ സാക്രമെൻ്റായിട്ട് ആശീർവദിച്ചെന്ന് കേൾക്കണത്. ആശീർവദിച്ചെന്ന് പറയുമ്പോൾ സാക്രമെൻ്റ് ആയിരിക്കുമല്ലോ, നിഷേധിക്കാൻ പറ്റുമോ? അതായത് വരപ്രസാദത്തിൻ്റെ വിഷയം ഇതിനകത്ത് വരും. എന്താണ് കാര്യം? അതായത് കാണപ്പെടാത്ത ദൈവവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശയാകുന്നു. ഇതിനെ ബ്ലെസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇനി അവർ സക്രമെൻ്റലായിട്ടാണ് അത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പഠനങ്ങൾ കൂടുതൽ ആവശ്യമുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വരപ്രസാദം കിട്ടുമെന്നാണ് ചില ആൾക്കാർ ധരിക്കുന്നത്. ലജ്ജാകര കൃത്യങ്ങൾക്ക് വരപ്രസാദം കിട്ടുകയാണെങ്കിലേ സത്താം വർഷിപ്പിനും വരപ്രസാദം കിട്ടുമല്ലോ. കാര്യങ്ങൾ ഇവിടം കൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല ഈ സംഭവം. അതാണ് സംഭവം. അതായത് ലജ്ജാകര കൃത്യങ്ങളെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ബൈബിള്. അതിന് വരപ്രസാദം കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ആശീർവദിച്ചെന്നൊക്കെ പറയണത്. അങ്ങനെ പിന്നെ സത്താം വർഷിപ്പിനെയും ആശീർവദിക്കേണ്ടി വരും. ലോകത്തിലുള്ള എല്ലാ മ്ലേച്ഛ ലജ്ജാകര കൃത്യങ്ങളെ ആശീർവദിക്കേണ്ടി വരും. അപ്പം സംഭവം ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. അടിയന്തരമായിട്ട് CBCI കൂടിക്കൊണ്ട് KCBC ആദ്യം കൂടി പിന്നെ CBCI കൂടിയിട്ട് സഭയുടെ വ്യക്തമായ നിലപാട് ഇന്ത്യൻ സഭയോട് പറയാനൊക്കെ ഇന്ത്യയിലെ മെത്രാന്മാർ ബാധ്യസ്ഥരാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 28 റോമ 1:28 ദൈവത്തെ എന്തുകൊണ്ടാണ് ഇത് അനുചിതമായി മാറണമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതാണ് സംഭവം. അവരവരെ വിട്ടുകൊടുത്തതല്ല, ദൈവത്തെ അംഗീകരിക്കണം. അതായത് ഇതെല്ലാം ഞാൻ എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയണത് പോലെ ചെയ്യാവുന്നതാണ് നമ്മൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത്. അത് അനാദികാലം മുതൽ ഹവ്വ വീഴാനും ആദം വീഴാനും കയൻ വീഴാനും കാരണം അവന് പറയണ പോലെ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ് ഉടമ്പടിയുടെ പാപമെങ്കിൽ അതിനെക്കുറിച്ചാണ് റോമ 1:28 പറയണത്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയ നിമിത്തം. ദാറ്റ് മീൻസ് അവൻ പറയണത് പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം. ക്ലിയർ അല്ലേ? ഇത് ഉടമ്പടിയോടെ കണക്റ്റഡാണ് ഈ വചനം.
എന്താ പറയണത്? റോമാ 1:28, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം, അതായത് അവൻ പറയണ പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം എന്ത് സംഭവിച്ചു? ആത്മവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതുകൊണ്ട് റോമ 1:29, അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും. വലിയ ബുദ്ധിയുള്ളവരെയാണ് ദൈവം ഇവിടെ ബുദ്ധിഹീനരെന്ന് വിളിക്കുന്നത്. ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ്. അവ ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഗേ മാരേജ് നമ്മൾ അംഗീകരിക്കാത്തതിൻ്റെ കാരണം. അംഗീകരിച്ചാലും അത് ചെയ്യുന്നവരുടെ അതേ പാപം തന്നെയാണ് നമുക്കുള്ളത്. ഗേ സെക്സ് ചെയ്യുന്ന ആൾക്കാരുടെ അതേ പാപം തന്നെയാണ് അതിനെ അംഗീകരിക്കുന്നവർക്കും ഉള്ളത്. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോസ്പൽ ആൻഡ് ഇസ് എ സിൻ. ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ പാപമാണ് അവൻ പറയണ പോലെ ചെയ്യാത്തത്. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ളവരെല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവിടെ കരുണാദ്രമായ കരങ്ങളാൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ്. കർത്താവേ, ഇന്ന് വരെ കൃപാസനത്തിൽ കടന്നു വന്ന് ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായ ജീവിത സമ്മർദ്ദം കൊണ്ട് ഉടമ്പടി വിട്ടുപോയവരെയും സമർപ്പിക്കുന്നു. അവരെല്ലാം പ്രത്യക്ഷ പ്രാർത്ഥന മനഃപ്രകടനം ചൊല്ലിക്കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പഴയ പതുക്കെ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം കോവിഡ് രോഗികൾ ശ്വാസം കിട്ടാതെ ഓക്സിജൻ പോലും ഇല്ലാതെ ഈ രാജ്യത്ത് മരണത്തോടും മല്ലടിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ കാണുമ്പോഴേ ഭരണത്തിലിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്നുള്ള വ്യവസ്ഥിതിയിൽ ഭരണഘടനയത്തോട് സത്യം പ്രതിജ്ഞ ചെയ്തവരെ അവർ ഈ വിഷയത്തിൽ നിസ്സഹായരെ പകച്ചു നിൽക്കുന്ന കർത്താവേ, കാര്യം മനുഷ്യൻ്റെ കഴിവിനും അപ്പുറത്താണ് കോവിഡിൻ്റെ ആക്രമണങ്ങളും സംസ്കാര താണ്ഡവും. കർത്താവേ, ഞങ്ങൾ നിസ്സഹായരായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കഴിവല്ല കർത്താവ്, നിന്റെ കൃപ കൊണ്ട് ലോകത്തെ കോവിഡ് വിമുക്തമാക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ.
കഴുകി സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോചിപ്പിച്ച് സൗഖ്യത്തിലേക്ക് അനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ